എന്നാ റാം സിംഗ് പെട്ടിയൊക്കെ ആയിട്ട് സിപ്പ് ഇതിന് സിപ്പില്ലല്ലോ. ക്ലിപ്പ് അത് മാറാൻ പോയ ധൃതിയുണ്ടോ? ഈ നെറ്റ് ഒന്ന് കെട്ടി തന്നിട്ട് പോ. വാ സാർ, ഞാനിത് ടെന്റിൽ കൊണ്ട് വെച്ചിട്ട് വേണം. വാ. ഓ, ഒന്ന് വേഗം മാറോ. ആകട്ടെ. എന്താണോ കാലത്തൊന്നും കഴിച്ചില്ലേ? വലിച്ചു കേട്ടെ. അത് മനസ്സിരിക്കട്ടെ. വെയിറ്റ് കൂടുതലാണ് സാരമില്ല, ഇവിടെ ഇപ്പൊ ചാമ്പനെ ഒന്നും തിരഞ്ഞെടുക്കുന്നില്ലല്ലോ. അച്ഛനെ ഞാൻ പൊട്ടിക്കും. അത് കളാ, എന്റെ മോളായതുകൊണ്ടുകൂടി ഞാൻ തോറ്റു തരാം. വാചകമൊന്നും അടിക്കണ്ട. ക്ലിയർ ഔട്ട്. നെറ്റിന്റെ മോള് ഇങ്ങോട്ട് ഇടണം. അമ്മച്ചിക്ക് എന്നാ പറ്റി? നീ എന്നെ വയറ്റി പറഞ്ഞു, അതിനപ്പുറം നീ എന്നെ പറ്റാനാ? അമ്മച്ചിയുടെ ഒരു പുളിച്ച കോമഡി. കോളനിയുടെ വലിയ സെക്രട്ടറി ആണെന്നാ പാവം. എന്തിനു കൊള്ളാം. പുതുതായിട്ടൊരു താമസക്കാര് കോളനി വന്നിട്ട് അമ്മച്ചി അവരെ ഇന്ന് പരിചയപ്പെട്ടു. ഓ, അല്ല, അവരെ ഈ വീട്ടിലോട്ടൊന്ന് ക്ഷണിച്ചോ. ആ ഇൻസ്പെക്ടറിന്റെ മോന്ത് കണ്ട 4 മണിക്കൂർ തൊഴി ഒഴിക്കാൻ തോന്നും. വല്ല കടന്തലോ മറ്റോ മതി കുട്ടികളായിരിക്കും. എപ്പോ നോക്കിയാലും വന്നാ പറയുന്നാളെ മോഹന്തോ ഭയങ്കര ഭംഗിയാ. അമ്മച്ചി ഇൻസ്പെക്ടർ മാത്രമല്ലല്ലോ, അമ്മച്ചി പോലെ അമ്മച്ചിയില്ലേ അവിടെ. അതെ, എനിക്കിപ്പോ എന്തുവാ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോ അമ്മച്ചിയുടെ പ്രതിച്ഛായ ഒന്നാണെങ്കിൽ മതി. എന്ത് വേണം? എന്നോട് ക്ഷമിക്കണം, മനഃപൂർവ്വമായിരുന്നില്ല. എന്ത് പറ്റി രാംസിംഗ്? പറയൂ. എന്നെ മനസ്സിലായില്ലേ? അത് കൊള്ളാം. നമ്മൾ ഇന്നലെ കണ്ടു, ഇന്ന് കണ്ടു. അതല്ല, രാംസിംഗിന്റെ പ്രശ്നം എന്താ? തുറന്നു പറയൂ. കുടിക്കാൻ വല്ലതും വേണോ, അതോ കാശ് വേണോ? വേണ്ട, കുछ नहीं मैं साहब. आपको वेजिटेबल और फिश एनीथिंग चाहिए? ഇപ്പൊന്നും വേണ്ടല്ലോ. ठीक है मैं साहब, मैं चलता हूँ. എന്നെ മനസ്സിലായില്ലേ? ഇല്ലായിരിക്കും. സാബ് हमको एक സംശയം. തനിക്ക് മലയാളം അറിഞ്ഞൂടെ? അറിയാം. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ. 3 साल पहले സോറി പരസ്പരം സ്നേഹിച്ചിരുന്ന 2 പേർ 3 വർഷത്തിന് ശേഷം കണ്ടുകൂട്ടി. അതിലൊരാൾക്ക് മറ്റൊരാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതെന്ത് അത്ഭുതമാണ് സാർ. സാർ റൈറ്റർ അല്ലേ? ഈ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്ന കഥാപാത്രം സ്ത്രീയോ പുരുഷനോ? സ്ത്രീയാ. പിന്നെന്തിനാ 3 വർഷം? 3 സെക്കൻഡ് മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ത്രീ ഒരു പ്രതിഭാസം എന്ന ഞാൻ എഴുതിയ ഒരു നോവലുണ്ട്. എന്റെ അനുഭവ കഥയാണ്. DC ബുക്സ് കിട്ടും, മേടിച്ച് വായിച്ചു നോക്കുക. അതെ, ആരായി കഥാപാത്രം? അത് ഞാൻ വെറുതെ സംശയം ചോദിച്ചെന്നുള്ളൂ. ശുക്രിയ സാർ. ഭീമോള് പറയൂ, അതെന്താ? കുതിര. കുതിര. അയ്യേ, തെറ്റിയല്ലോ. റഷീദ് പറയൂ, അതെന്താ? ആന. ആനയോ? ആനയ്ക്ക് തുമ്പിക്കയുണ്ടാവില്ലേ?
ആ വരച്ചപടത്തിൽ തുമ്പിക്കയുണ്ടോ? ഒട്ടകം. ഉറക്കെ പറയൂ. ഒട്ടകം. ഒട്ടകം. എല്ലാവർക്കും മനസ്സിലായോ? ആ. ഇനി വേറെ ചിത്രം വരയ്ക്കാം. ഉം. അകത്ത് വരൂ. ഞങ്ങളിത് അവിടെ. ആ, അറിയാം. കുട്ടി മാത്രമേ ഉള്ളൂ? ബ്രദേഴ്സോ സിസ്റ്റേഴ്സ്? ആരുമില്ല. അച്ഛനും ഞാനും മാത്രം. ടീച്ചറുടെ പേര് നിർമ്മല എന്നല്ലേ? അതെ. എങ്ങനെ അറിഞ്ഞു? വേറെ വിശേഷമൊന്നും ചെയ്യാനില്ലാത്തോണ്ട് ഗാന്ധിനഗറിലെ എല്ലാരെ പറ്റിയും ഒരു അന്വേഷണം നടത്തി. അങ്ങനെ അറിഞ്ഞു. ഞാൻ അന്വേഷണമൊന്നും നടത്താത്തോണ്ട് കുട്ടിയുടെ പേരറിയില്ല. ഓ സോറി, ഐ എം മായ. എങ്ങനെ ടീച്ചറുടെ കുട്ടികളോടുള്ള സമീപനമൊക്കെ? ഒരാളെ ഒന്നിനും കമ്പൽ ചെയ്യില്ല, സ്വതന്ത്രമായി അങ്ങ് വിട്ടേക്കും. കളിക്കാനായാലും വരയ്ക്കാനായാലും പാടാനായാലും കുട്ടികളുടെ ടേസ്റ്റിന് വിലക്കുകളില്ല. എന്നിട്ട് ഒബ്സർവ് ചെയ്യും. ഇൻബോൺ ടാലൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. ദാറ്റ്സ് ഗുഡ്. Good. आप इधर? ആ, എന്നിട്ട് രാം സിംഗിനെ പരിചയമില്ലേ? जी. आप हमारे गेस्ट है ना, एक गिलास दूध पियो. हाँ? ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ വേണ്ടാഞ്ഞിട്ടാ, ഞാൻ പിന്നെ വരാം ടീച്ചർ. मिस साहब, ये एटमॉस्फेयर कैसा है? पसंद है? हिंदी मालूम नहीं आपको? എന്റെ ഭാഷ അറിയില്ലേ? ചില വാക്കുകളൊക്കെ അറിയാം. അച്ഛാ, എനിക്ക് മലയാളം നന്നായി അറിയാം. ये कॉलोनी के लोग बहुत अच्छा आते हैं. സോറി, മലയാളം സംസാരിച്ചാൽ മതിയല്ലോ. ഈ കോളനിയിലുള്ള എല്ലാവരും വളരെ നല്ല മനുഷ്യരാണ്. മേസാബിന്റെ പേരെന്ന്? വേണ്ട, ഞാൻ മേം സാബ് എന്ന് വിളിച്ചോളാം. രാം സിംഗിന്റെ നാട് എവിടെന്നാ പറഞ്ഞു? നേപ്പാൾ. നേപ്പാൾ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നേപ്പാൾ അല്ല, ഈ നേപ്പാളും ടിബറ്റും കൂടെയുള്ള ഒരു ബോർഡറാണ്. ഈ ദലൈലാമാന്ന് കേട്ടിട്ടില്ലേ? ആ പ്രശ്നം വന്നപ്പോ ഹംലോ ഹിന്ദുസ്ഥാൻ മേ ആകെ. രാം സിംഗിന്റെ ഫാമിലി ഒക്കെ? ഫാമിലി ഞാൻ ബാച്ചലറാണ്. മേരാ പിതാജി ബഹനൊക്കെ നേപ്പാളിലാണ്. आपको എന്റെ സഹായം വല്ലതും വേണമെങ്കിൽ ഹമേശ ഹം തയ്യാർ ഹൈ, ബഹുത് ഖുശി കെ സാത്ത്, വളരെ സന്തോഷത്തോടുകൂടി. പണ്ടേ വേഷം കെട്ടുകാരനായതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സേതുവിന്റെ മിടുക്ക് ഇനി എന്റെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കരുത്. മൂർഖ, എടാ മൂർഖ, എനിക്ക് കുറച്ച് മദ്യം വേണം. നിന്നെ ഞാൻ ഒരു വേലക്കാരനായി കണക്കാക്കിയിട്ടല്ല. എനിക്കിപ്പോ അധികം നടക്കാൻ മേല. സാബ് ഇപ്പൊ തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട്, പക്ഷെ പോരാ. സാബിനുള്ള സ്നേഹം കൊണ്ട് പറയാ. സ്നേഹിക്കാൻ നീയാരാ? എന്റെ ഭാര്യയോ? നിനക്ക് പറ്റുമോ? അത് പറ. വേണ്ട സാർ. വേണം. ഒരു കാര്യത്തിലും രണ്ടാമതൊരിക്കൽ ആരോട് ഞാൻ അപേക്ഷിക്കാറില്ല. എനിക്കറിയാം വാങ്ങിച്ചോണ്ട് വരാൻ. സാബ്, ഞാൻ പോയിട്ട് വരാം. നോ സാബ്, ഈ നില പോണ്ട. നീ എന്നോട് സഹകരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. എടാ എടാ, നിനക്ക് എന്റെ ശ്രീദേവി അറിയൂ? ഇല്ല. ഭാഗ്യവാൻ. ഞാൻ അവളെ അറിയാൻ ശ്രമിച്ചു. അതാണ് എനിക്ക് പറ്റിയ മണ്ടത്തരം. അവൾ എന്റെ എല്ലാമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അവൾക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷേ ഒടുവിൽ അവൾക്ക് എന്നെ വേണ്ടാതായി. നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് നിനക്കറിയാവോ? എവിടെ അറിയാൻ? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. വിവേകനൊരു കത്തെഴുതണമെന്ന് വിചാരിച്ചിട്ട് നീ എന്താന്ന് ഓർമ്മിപ്പിക്കായിരുന്നേ? എഴുതി കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. എവിടെ? ഞാൻ മറന്നുപോയി. മോശമായിപ്പോയി. അവൻ എന്ത് തോന്നി കാണും? വിവേക് എപ്പോഴാ നാട്ടിൽ വരുന്നത്? എന്തെങ്കിലും ഒരു തീരുമാനം അറിയിച്ചാ ഉടനെ എത്താമെന്ന് എഴുതിയിരിക്കുന്നത്.
ഞാൻ അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കിയതുകൊണ്ടുള്ള കടപ്പാടുകൊണ്ടൊന്നും അല്ലെന്ന് അവൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മോളെ, ഞാൻ വിവേകൻ എന്തെഴുതണം? മോളെ, അച്ഛൻ നിന്നെ വിഷമിപ്പിക്കാനും തോന്നുന്നുണ്ടോ? വേണ്ട, ഞാൻ തൽക്കാലം വിവേകൻ ഒന്നും എഴുതുന്നില്ല. പക്ഷേ അച്ഛന് സ്വല്പം വിഷമമുണ്ട്.